കുമളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് TTI സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങൾ ചരിത്ര നിമിഷങ്ങൾ ആക്കുവാനൊരുങ്ങി നാടും നാട്ടുകാരും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഒരു കുടിപ്പള്ളിക്കൂടമായി ആരംഭിച്ച കുമളി സ്കൂൾ 1925 അംഗീകൃത സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് 100ാം വർഷത്തിന്റെ നിറവിൽ എത്തി നിൽക്കുകയാണ്. സ്കൂളിന്റെ 100ാം വാർഷികം നാടിന്റെ ആഘോഷമാക്കി മാറ്റുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികൾക്കാണ് ജനകീയ സംഘാടക സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കുമളി സഖ്യജ്യോതി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്വാഗത സംഘം രൂപീകരിച്ചത്. കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദിഖ് അധ്യക്ഷനായിരുന്ന യോഗത്തിന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ B പ്രമോദ് സ്വാഗതം ആശംസിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നീർണാകുന്നേൽ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മുന്നോട്ട് പോയെങ്കിലും ചില പരിമിതികളൊക്കെ ഈ സ്കൂളിൽ നിലനിൽക്കുന്നു. ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ പരിമിതികൾ പരിഹരിക്കുവാൻ നമ്മുടെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും ഒന്നായിട്ട് ഇവിടെ വരുവാനും ഈ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ചരിത്ര സംഭവമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. അത് ആലോചിക്കുവാനും എന്തൊക്കെ പരിപാടി ആവശ്യമായിരിക്കും ആലോചിക്കുവാൻ വേണ്ടിയുമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പം ഈ കമ്മിറ്റികളെ സജീവ സാന്നിധ്യമാക്കുകയും ഈ സ്കൂളിൽ ഒരു വർഷം നിന്ന് നിൽക്കുന്ന ഈ വാർഷികം നമ്മൾ ആഘോഷിക്കുക, അത് കുമളിക്ക് ഒരു പുത്തൻ ഉണർവ്, പുത്തൻ ചൈതന്യം, കുമളിയുടെ ആ എല്ലാ ആളുകളും ഒന്നായി ഒരുമിക്കുന്ന ഒരു സംഘവേദിയായി ഇത് മാറണം. അത് മാറ്റാൻ മാത്രം പരിശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗപ്പെട്ട സ്കൂളുകളുണ്ട്. എങ്കിലും എൻ്റെ ഡിവിഷൻ തന്നെ, ഈ വണ്ണമേൽ ഡിവിഷൻ തന്നെ നമുക്കറിയാം 8ഓളം സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ്. എങ്കിലും പരിമിതമായ എല്ലാ മേഖലകളിലും അത്യാവശ്യമായി ഫണ്ടിങ് കൊടുക്കുവാനൊക്കെ കഴിയുന്നുണ്ട്. എങ്കിൽ പോലും ഈ പുതിയ സംരംഭത്തിന് എന്നാൽ കഴിയാവുന്ന എല്ലാ ഫണ്ടുകളും ഈ സ്കൂളിന് അനുവദിക്കുവാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് മാത്രം സൂചിപ്പിച്ചുകൊള്ളു. സ്കൂൾ PTA പ്രസിഡന്റ് VI സിംസൺ 100ാമത് വാർഷികാഘോഷ പരിപാടികളുടെ കരട് രൂപരേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസമ്മ ജെയിംസ് ശതാബ്ദി ആഘോഷ പരിപാടികളുടെ പ്രൊമോ വീഡിയോയുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കുമളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A കബീർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിന്റെ അക്കാദമിക് നിലവാരവും സാമൂഹിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ പരിപാടികൾ യോഗത്തിൽ ആസൂത്രണം ചെയ്തു. സ്കൂളിന് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് 27 ലക്ഷം രൂപ അനുവദിക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് അംഗം രാരിച്ചൻ നീർണാകുന്നേൽ യോഗത്തിൽ പ്രഖ്യാപിച്ചു. പീരുമേട് AO M രമേശ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശാന്തി ഷാജിമോൻ, നോളി ജോസഫ്, മുൻകാല അധ്യാപകൻ ഷംസുദ്ദീൻ, VK ബാബുക്കുട്ടി, ജോണി ചെരുവുപുറം, മജോ കാരിമുട്ടം, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ശതാബ്ദി ആഘോഷ പരിപാടികളുടെ നടത്തിപ്പിനായി 501 പേരടങ്ങുന്ന സ്വാഗത സംഘം രൂപീകരിച്ചു. ഇടുക്കി ലൈവ്, ഇടുക്കി വിഷൻ ചാനലുകൾക്കാണ് 100ാം വാർഷികാഘോഷ പരിപാടികളുടെ പബ്ലിസിറ്റി ചുമതല നൽകിയിരിക്കുന്നത്. സ്കൂളിലെ വിവിധ വിഭാഗം പ്രിൻസിപ്പൽമാരായ A മല്ലിക, സൂറത്ത്, B പ്രമോദ്, പ്രോഗ്രാം കൺവീനർ ആനന്ദ് സാർ, മറ്റ് അധ്യാപകർ എന്നിവർക്കാണ് ആഘോഷ പരിപാടികളുടെ ചുമതല. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.